വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഏറ്റവും പ്രിയങ്കരായ അമ്മമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അമ്മക്കൂടിൽ വരിക എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. ഇവിടെ എത്തുമ്പോൾ ഒരമ്മയല്ല, ഒരുപാട് അമ്മമാരുടെ സ്നേഹം നിറഞ്ഞ മുഖങ്ങൾ കാണുന്നതും അവരുടെ വാത്സല്യം അനുഭവിക്കുന്നതും സൗഭാഗ്യമുള്ള അവസരങ്ങളായി കരുതുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ നോക്കുന്നതിനോ അല്ലെങ്കിൽ മക്കളോട് ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്നതിനോ ഒന്നും ആർക്കും സമയമില്ലാതെയായിരിക്കുന്നു. ഇന്നിവിടെ പലവിധമായ കാരണങ്ങളാൽ വീടുകളിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട് ഉപേക്ഷിച്ച് പല സ്ഥലങ്ങളിലായിരിക്കുന്ന അമ്മമാർ ഒരു കൂടിന് കീഴെ ഒന്നിച്ചു വന്നിരിക്കുകയാണ്. എന്നാലും എൻ്റെ അനു, നിന്റെ ഈ മാറ്റം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നിനക്ക് എന്തൊക്കെ മാറ്റങ്ങളാ സംഭവിച്ചത്? ഞാൻ മാത്രമല്ല ജീന, എൻ്റെ കുടുംബമേ മാറിപ്പോയി. അതിന് കാരണവും നീ തന്നെയാ. ഞാനോ? എങ്ങനെ? നിനക്ക് ഓർമ്മയുണ്ടോ നീ ദുബായ് പോയ ആ ദിവസം? ഒരു സ്വപ്നം കണ്ടതമ്മേ. വേദനയുണ്ട് മോളെ, സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛനല്ലേ, അച്ഛൻ എന്നെ തല്ലിയതിലല്ലമ്മ എനിക്ക് സങ്കടം. നമ്മുടെ അവസ്ഥ ഓർത്തിട്ടമ്മ. എന്റെ ദൈവമേ, ഇത്രയും വിളിച്ചിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ. ഇനി എന്നാണ് ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നത്? മോളെ, ഇന്നല്ലേ ജീന പോകുന്നത്? അതെ അമ്മ. മോള് പോകുന്നില്ലേ? പ്രത്യേകിച്ച് മോള് ചെല്ലണമെന്നല്ലേ പറഞ്ഞത്? കഴിക്കാനൊക്കെ റെഡി ആവുക കേട്ടോ. മോളെ, മോളെ, സമയമായി, നമുക്കിറങ്ങാം.
മോനെ, എന്നോടൊന്നും തോന്നരുത്. നിങ്ങൾ കണ്ടില്ലേ അവനീ കാണിച്ചത്? രാവിലെ കള്ളും കുടിച്ച് നാട്ടുകാരുടെ മെക്കിട്ട് കയറുന്ന ഇവനോട് ഞാനെന്ത് പറയാനാ? ചേട്ടാ, ദൈവം ഈ മനുഷ്യൻ്റെ മേലെ ഒരു അത്ഭുതം ചെയ്യും. നിങ്ങളെ വിശ്വസിക്കുക. എനിക്കത് തോന്നുന്നില്ല മോനെ. ദൈവത്തിന് പോലും പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാ ഞാൻ പോട്ടെ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഞാൻ തനിച്ചായതുപോലെ. ചേട്ടാ, നാട്ടുകാരെയൊക്കെ ലറ്റപ്രഭുവാക്കാൻ ഇറങ്ങിയേക്കുന്ന ഒരു സാധനം. ഇവിടെ എനിക്കൂടെ താടാ ഒരെണ്ണം. ഇതാർക്ക് വേണം? ഇതിനകത്തല്ലേടാ ഇരിക്കുന്നത്. കണ്ണുപോട്ടന് ഇത്ര ആരോഗ്യമോ? എന്താടാ ഇത്? എന്റെ അടുക്ക കളിക്കുന്നു. നിന്റെ മോന് കള്ളും കഞ്ചാവും മൂഞ്ചാനല്ലേടാ ഈ റോഡെ വേണ്ടി നടക്കുന്നത്. ഇന്നാടാ എനിക്കിത് മതി, ബാക്കി നീ കൊണ്ട് തിന്നു. ഇയാളെ റോഡിൽ കിടന്ന് എന്തോ കാണിക്കുന്നു? അയാൾ പോയിട്ട് പോയാൽ മതി. നീ ഉദ്ദേശിക്കുന്ന ആളല്ല അയാൾ. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. എന്താ വേടാ, ഞാൻ ഇവിടെ നിൽക്കുന്ന നീ ഒന്നും കണ്ടില്ലയോ? എവിടെ ആരുടെ മഞ്ചത്ത് കയറാൻ പോവാടാ? പ്രശ്നം ഉണ്ടാക്കരുത്. മോളെ ജോലിക്ക് വിടാനായി എയർപോർട്ടിലോട്ട് ഞങ്ങൾ പോകുന്ന വഴിയാണ്. ആളിയായിരുന്നു. വാകുടിയേ, എന്റെ ആയുധം എടുത്തോണ്ട് വേടാ. ഈ കൂടാരം കൊണ്ട് വേണോ ബസ്? ഇതൊക്കെ പാവമല്ലേ? ഇവത്തങ്ങളുടെ ഈ കരച്ചിൽ കേൾക്കുമ്പോഴേ എനിക്കൊരു സുഖമുണ്ട്. അത് നിന്നെപ്പോലുള്ളോണ്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇതേ ചവച്ചരച്ച് ഞണ്ണാനുള്ളതാ, അല്ലാതെ പൂ വിട്ട് പൂജിക്കാനുള്ള അല്ല. മനസ്സിലായോ? നീ ചുമ്മാ ഡയലോഗ് അടിക്കാണ്ട് സാധനം എടുത്തോണ്ട് പോവാ. അവൻ്റെ ഒരു ഗ്ലാസ്
മോൻ വരുന്നുണ്ടോ? ആർക്ക പെണ്ണം വെക്കാനാടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയ? അച്ഛാ, അമ്മ കടയിൽ പോകാൻ വേണ്ടി പൈസ തരാൻ പറഞ്ഞു. പൈകയോ? ഇനിയും നീ എന്റെ കണ്ണിന്റെ മുന്നേ നിന്നാ നീ നോക്കിക്കേ, ആ പോത്തിനെ ആർത്തിട്ടേക്ക് നിന്നെ ആർത്തിടും. എന്റെ കണ്ണിന്റെ മുന്നേ കണ്ടേക്കല്ലോ. മോനെ, മോൻ വിഷമിക്കണ്ട. ദേ തൽക്കാലം ഇത് പിടിക്കാം. മോൻ ആദ്യം കടയിൽ പോയി സാധനം മേടിക്കും. വിഷമിക്കണ്ട. ഓനെ എന്തുവാണ് ഇത്? ബൈബിൾ അച്ഛാ. ബൈബിളോ? അമ്മയും മോളും കൂടെ ഒരുമ്പിട്ട് ഇറങ്ങിയേക്ക് എന്നെ ഞെഞ്ഞേക്കാൻ. അല്ല അച്ഛാ, സങ്കടം വന്നപ്പോ വായിച്ചെന്നേ ഉള്ളൂ. സങ്കടം എന്താടി? നിന്റെ അപ്പന്റെ തല പോയോ? പഠിക്കാനുള്ള സമയത്ത് നിന്റെ അമ്മയുടെ അവിടെ ഒരു ബൈബിള്. ഇവിടെ ആരും പേരും ഒന്നും ഇല്ല. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വെക്കാൻ ആരും ഇല്ല. തലപാൻ പോയ പോക്കട. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരാൻ ആരും ഇല്ല. എന്തുവാ ഇവിടെ? അമ്മോ, അമ്മേ. നിനക്ക് കണ്ണും കഥവും ഒന്നും കാണുകയില്ലേ? നീ നിലത്തുണ്ടായൊന്നും അല്ല. എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്തോ എന്തോ നീ വല്ലതും പറഞ്ഞായിരുന്നു. വന്ന് വന്ന് നീ എന്റെ മണ്ട കയറായോര്. അമ്മ ഇവിടെ അച്ഛാ. അമ്മ, 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 അച്ഛാ, അമ്മ വിളിച്ച് എഴുന്നേക്കുന്നില്ല. അവള് കാറ്റു പോയിട്ട് നിനക്കെന്താ? ചേച്ചി, ചേച്ചി. നിന്റെ അച്ഛനെ പട്ടിയെ പോലെ തല്ലിയിട്ട് ചോദിക്കാൻ നീയൊന്നും ഇല്ലായിരുന്നല്ലോടാ. നിനക്കെന്തോ? അവനെ ഈ ലോകത്തെങ്ങുമല്ല. ഇവന് കള്ളും കഞ്ചാവും മേടിക്കാൻ വേണ്ടിയാ പുള്ളി ലോട്ട് കച്ചവടം ചെയ്യുന്നത്. അവൻ പറഞ്ഞത് ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ പറഞ്ഞിട്ടൊരു കാര്യം. മോനെ, എന്താടാ പറ്റി? എന്താന്ന് പറ. ചേട്ടാ, ചേട്ടാ എനിക്കൊരു വണ്ടി പിടിച്ചു തരുമോ? മോനെ, എന്താടാ പറ്റി? എന്താ കാര്യം? ചേട്ടാ, അത്യാവശ്യമായിട്ട് എനിക്കൊരു വണ്ടി പിടിച്ചു തരുമോ?
എൻ്റെ അമ്മ അവിടെ. നിനക്ക് വണ്ടി ഞാൻ തരാം. ആദ്യം നീ ഇത് കുടിക്കും. കുടിക്കടാ നീ, എന്നിട്ട് നമുക്ക് വണ്ടി വിളിക്കാം. ആദ്യം ഇത് കുടിക്കും, സമാധാനിക്കും. വേണ്ട. അളിയാ, വണ്ടി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇതല്ലേ വണ്ടി ഇരിക്കുന്നേ, ഇത് വേണമെങ്കിൽ അവരെ കൊടുത്തു വിടുക. അയ്യോ. എന്താ പാസ്റ്റർ, എന്ത് പറ്റും പാസ്റ്റർ? ഓ, ആ കഴിഞ്ഞ ദിവസം എല്ലാവരും പോട്ടെന്ന്. എവിടെ വരെ പോയാലും ഇവിടെ എന്നാ എല്ലാം പോയാലും എനിക്കൊരു വിഷയമില്ല. എനിക്ക് ഇവനുണ്ട്, ഇവൻ 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 നമുക്ക് ആശുപത്രി മതി, കാരെല്ലാം പഴുത്തു തുടങ്ങി. ആശുപത്രി മണ്ണാങ്കട്ട. നീ എനിക്ക് ഒരെണ്ണം ഒഴിച്ചേ, ഇവിടെ കാല് തകരാൻ പോവാ. ഇനിയെങ്കിലും ചേച്ചി പിള്ളേരെ വിളിച്ചുകൂടെ? ചേച്ചിയും പിള്ളേരും കെട്ടും കെട്ടി പോയ മണ്ടൊക്കെ പോട്ടലും അതിനവര് മനഃപൂർവ്വം പോയാലല്ലോ പാസ്റ്റർ. എത്ര കാലം കാണാതെ അവർ സഹിക്കുന്നത്. ചേട്ടന്റെ മോനൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ചേട്ടൻ തിരിഞ്ഞു നോക്കിയോ ഭാഗത്ത്? അതിന് ഞാൻ എന്തോ വേണം? ചെറിയ പ്രായത്തിലെ കള്ളും കഞ്ചാവും മൂഞ്ചി നടക്കുമ്പോ ഓർക്കണം. നിങ്ങളും ഒട്ടും മോശമൊന്നും അല്ലായിരുന്നല്ലോ. മാതാപിതാക്കൾ വേണം കുട്ടികൾക്ക് വഴി കാട്ടി കൊടുക്കുക. നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. നീ ഇറങ്ങി പോടാവുന്ന. എന്നോട് ഇത് വേണ്ടായിരുന്നു പാസ്റ്റർ. നിങ്ങളുടെ ഈ മുടിഞ്ഞ കുടി കാരണമാ നിങ്ങളുടെ കുടുംബം തന്നെ ഇല്ലാതായി. നാട്ടുകാരുടെ പ്രാക്ക്. നിങ്ങൾക്കൊരാപത്തുണ്ടാന്ന് കേട്ടപ്പോ ഞാൻ ഓടി വന്നു പാസ്റ്റർ. എന്നിട്ട് നിങ്ങൾ എന്നോട് ഇവിടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു.
നോക്കി നടക്ക്. പഴയ കാര്യങ്ങൾ വല്ലാതെ ഓർത്തുപോയി, അതാ. ഇത് ഞാനെവിടെ? അതിന് ഞാൻ കഥ പറഞ്ഞ് തീർന്നില്ലല്ലോ. എന്തിനാടി മോളെ ഇങ്ങനെ വെറുതെ കരഞ്ഞോണ്ട് തിരിച്ചു വരാനോ? ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യമ്മേ പാവത്തിന്. നമ്മളല്ലാതെ വേറെ ആരാ ഇപ്പോ? പാവമായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇങ്ങനൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അന്ന് ചെയ്ത പാപത്തിന്റെ ഫലവാ ഇപ്പൊ ഈ നരയിക്കുന്നത്. ഒന്നും അല്ലേലും എന്നെ ഒരുപാട് എടുത്തോണ്ട് നടന്നതല്ലേ അമ്മേ. നമ്മുടെ അനുവിനെയെങ്കിലും നമ്മൾ ഓർക്കണ്ടേ? ഇതോടെ കൊണ്ടുപോ. അയ്യോ, എനിക്കാരുമില്ലിപ്പോ. അതൊക്കെ പോട്ടെ. അപ്പോ അച്ഛനെവിടെ? ഈ അമ്മമാരെ ഒരു മകന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒന്നിച്ചു ചേർത്ത് ഒരു തണലിലാക്കിയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ലോകത്തിന് ഒരു മാതൃകയാണ്, നമ്മുടെ സമൂഹത്തിനും ഒരു മാതൃകയാണ്. അദ്ദേഹവും യുവത്വത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പലവിധമായ ലഹരികളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. പക്ഷെ തിരിച്ചറിവുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലും പ്രധാനപ്പെട്ടത് ആ തിരിച്ചറിവിനൊത്തവണ്ണം
സ്വയം തിരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ തനിക്കുണ്ടായ തിരിച്ചറിവിലൂടെ ജീവിതം തിരുത്തിയ ഒരു വലിയ വ്യക്തിയാണ് ഈ അമ്മക്കൂട എന്ന ഈ സ്നേഹത്തണലിന് പിന്നിൽ. ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന്, സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്ന, നിങ്ങൾക്ക് കൂടൊരുക്കിയ, സുരക്ഷിതത്വം ഒരുക്കിയ പ്രിയങ്കരനായ ശ്രീ ഭാസിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.